ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യത്തിന് പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഓക്കെ, അപ്പൊ ഈ ഹെഡിങ് നമുക്ക് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഡിഗ്രി ലെവലിലുള്ള എക്സാമിനുള്ള ഒരു ക്ലാസ്സസ് ആണ്. ഓക്കെ, ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് എന്താ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞൊരു കാര്യം പഠിക്കാനുണ്ട്. കറക്റ്റ്. ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞ കാര്യം ഇതേപോലെ മെയിൻ സിലബസിനും ഉണ്ട്. ഓക്കെ, ആ മെയിൻ സിലബസിന് അവിടെ കണ്ടോ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിക്കാനല്ലേ. കറക്റ്റ്. ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലും എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിലും നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തൊട്ട് എന്തൊക്കെയാണ് അവർ യുദ്ധം നടക്കുന്നത് എന്നുള്ള കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലും എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷിലും രണ്ട് കാര്യമുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, അതാണ് ഇവിടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ള കാര്യമാണ് റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് എന്നുള്ള ആക്ടുകൾ. ഓക്കെ, ഈ ആക്ട്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിലബസിന്റെ ഭാഗവും സിലബസിൽ ഏത് ഭാഗത്താണ് ഇതുള്ളതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ആ സിലബസിലെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇതെല്ലാം ഒരു കണക്ഷനിലൂടെയാണ് നമ്മൾ പഠിക്കുക. കണക്ഷൻ ഉണ്ട് താനും. അപ്പൊ ആ കണക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കാണേണ്ടത്. എന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഓർഡറിൽ വീഡിയോസ് കാണാൻ പറ്റും. ആ വീഡിയോസ് നിങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, നമുക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ 123. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ ഡിഗ്രി മെയിൻസും പ്രിലിംസിന്റെ സിലബസിൽ ഏത് ഭാഗവും പഠിക്കാമെന്ന് മനസ്സിലായില്ലേ? നമ്മളിപ്പോ രണ്ട് ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഈ ക്ലാസിന്റെ റൂൾസ്? റൂൾസ് ഒക്കെ ഉണ്ടാവും, കുറച്ച് റൂൾസ്, മൂന്നേ റൂൾസ്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ മനസ്സിലാവുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ, നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യുക. ഓക്കെ, എക്സാമിന് പോയിട്ട് പ്രോബ്ലം വന്ന് എന്താ പറയാ സ്റ്റക്ക് ആവുന്നതിനേക്കാളും നല്ലത് എല്ലാ ഡൗട്ടും ക്ലിയർ ആയതിനു ശേഷം എക്സാമിൽ പോയിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാവുന്നതായിരിക്കും ബെറ്റർ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് റീക്യാപ്പ്. റീക്യാപ്പ് എന്ന് വെച്ചാൽ എന്താ, ഓരോ എപ്പിഡോസ് ആയിട്ടല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഓരോ എപ്പിസോഡിനും നമുക്ക് എന്ത് വേണം, കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ ഉണ്ടായെന്നൊരു റീക്യാപ്പ് ഉണ്ടാവില്ലേ? ഓക്കെ, അത് എല്ലാത്തിലും ഒരു കോമൺ ആണല്ലോ. നമ്മൾ TV സീരീസ് ഒക്കെ കാണുന്ന ആളല്ലേ, നെറ്റ്ഫ്ലിക്സ് ആയാലും എന്താ ആമസോൺ ആയാലും എല്ലായിടത്തും കാണുന്ന ആളല്ലേ. ഓക്കെ, ഫൈൻ. അപ്പൊ ഒരു റീക്യാപ്പ് നമുക്ക് നോക്കാം. ആ റീക്യാപ്പിന് വേണ്ടി ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് വാരിസ് സിനിമയുടെ എന്താ പറയാ കഥയാണ്. ഓക്കെ, എന്താ മോനെ പ്രശ്നം? ശരത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഈ വ്യക്തിയാണ് ആര്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവർക്ക് ശരത് കുമാർ രണ്ട് മക്കളാണ്. ഈ മക്കളുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ അല്ലെ? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് കൊടുത്ത്, അധികാരം കൊടുത്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ രണ്ട് മക്കളും അതെല്ലാം നോക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് എന്താക്കി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാറ്റി. അപ്പോഴാണ് പ്രശ്നം വന്നത്. ഓക്കെ അല്ലെ? ഇതിൽ ഒരാൾക്ക് എന്തുണ്ട്, സ്വഭാവ ദൂഷ്യമുണ്ട്. ഇതാ കാണുന്ന ഇയാൾക്ക്. ഒരാൾ എന്താണ്, കറപ്റ്റഡ് ആണ്. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശരത് കുമാറായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓക്കെ അല്ലെ, ഈ കുടുംബത്തോട് ഞങ്ങൾ ഒന്നും എന്താ പറയാ, ഞാൻ ബന്ധമേ ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നോ. അതായത് ബ്രിട്ടനുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ സ്റ്റാർട്ടപ്പ് അല്ല, എന്താ പറയാ, വേറൊരു സ്ഥലത്ത് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെ കമ്പനി നേരെയാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ കമ്പനി നേരാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് വന്ന ഉടനെ ഇവിടെയുള്ള രണ്ടുപേരും ഇതെന്താവില്ല, ഓക്കെ ആക്കില്ല. അപ്പൊ വിജയ്ക്ക് എന്ത് കൊടുക്കണം, ഈ കമ്പനിയുടെ അധികാരം കൊടുക്കണം. ഈ കമ്പനിയുടെ അധികാരം കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ഡയറക്ടർ ബോർഡിന്റെ എന്ത് വേണം, ആക്ച്വലി ഓക്കെ വേണം. ഓക്കെ, അവിടെ എന്ത് കിട്ടണം, വോട്ട് കിട്ടണം. വിജയ് ആയതുകൊണ്ട് 3 ദിവസം സീന് എന്ത് പറയും, ഇത് ഓക്കെ അല്ലേ, ഓക്കെ ഐ ആം വെയിറ്റിംഗ് കൊണ്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. പക്ഷെ വാറണ്ടീസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാറണ്ടീസിന് വേണ്ടി കൊണ്ടുവന്ന ആക്ട് വരാണെന്ത്, റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പൊ എന്റെ ചോദ്യം, റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രധാനമായി കൊണ്ടുവന്ന എന്തിനു വേണ്ടിയിട്ടാ,
ബംഗാളിൽ നമ്മളൊരു ഗവർണർ ജനറൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഗവർണർ ജനറൽ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ആ വാറൻ ഹേസ്റ്റിങ്സ് എന്ത് കൊടുക്കണം? അധികാരം കൊടുക്കണം. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തു എപ്പോ? 1773. എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഓക്കെ അല്ലെ? ഈ ബംഗാളില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേജറായി കൺട്രോൾ ചെയ്തിരുന്ന ടെറിട്ടറീസിന് എന്ത് ചെയ്യുക? ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളത് കാര്യമാണ്. ഓക്കെ അല്ലെ? അപ്പോ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ആക്ട് അല്ല വേണ്ടത്. അതെ, ചുമ്മാ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക, കമ്പനിയെ ഒഴിവാക്കാനോ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഓക്കെ അല്ലെ? അവസാനം ഈ കുടുംബം ഇങ്ങനെ ഫോട്ടോ എടുക്കണം, എല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അതിനെന്ത് ചെയ്യണം? ഇപ്പൊ തൽക്കാലത്തേക്ക് ഇടഞ്ഞു പോയവരെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവരണം. അതിനാണ് ഈ ആക്ടിന്റെ പേര് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് കൊടുക്കായിരുന്നു? ആക്ച്വലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി റീപ്ലേസ്മെന്റ് ആക്ട് കൊടുക്കായിരുന്നു. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ആക്ട് ഉണ്ടാക്കി വെച്ചാൽ എന്താ കാര്യം പറയാൻ പോണത്? ഒന്ന്, മിസ് ഗവൺമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞ കാരണല്ലേ, എന്താണ് ആക്ച്വലി സ്വഭാവ ദൂഷ്യമുണ്ട്, എന്തുണ്ട് ഇവിടെ, എന്താണ് അഴിമതി ഉണ്ട്. അപ്പൊ മിസ് ഗവൺമെന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന മിസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഈ മിസ് ഗവൺമെന്റ് കാരണം ഇപ്പൊ കമ്പനി എന്തായി? ബാങ്ക്റപ്റ്റ് ആയി. ബാങ്ക്റപ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല, നയാ പൈസ കയ്യിലില്ല. ഓക്കെ അല്ലെ? അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? കമ്പനിയിൽ ഇന്റർഫിയർ ചെയ്തേ പറ്റും. ഓക്കെ അല്ലെ? ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഇപ്പൊ എപ്പോ പാസ്സാക്കി? 1773 പാസ്സാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് എന്ത്? ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, വന്നത് വാറൻ ഹേസ്റ്റിങ്സ് നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ വന്നത് വിജയ് അല്ല മക്കളെ, വന്നത് എന്താണ്? വിജയ് സേതുപതിയാണ്. സിനിമ എന്തല്ല, സിനിമ വാരിസല്ല, സിനിമ എന്താണ്? മാസ്റ്ററാണ്. ഒരേ പേരുള്ള ആളെ വെച്ച് എന്ത് ചെയ്ത്? കമ്പനിയെ പറ്റിച്ചു. എന്ന് വെച്ചാ റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിനെ പുറത്താക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇവിടെ റോബർട്ട് ക്ലൈവിനെ പുറത്താക്കാൻ വേണ്ടി വിജയനെ കൊണ്ടുവന്നത്. പക്ഷെ പേരിൽ മാത്രം എന്തുള്ളൂ? വിജയ് ഉള്ളൂ. ഇത് വിജയ് സേതുപതി. വന്നവനാരാ? വില്ലൻ. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സ് എന്തായി? വില്ലനായി. അപ്പൊ എന്തുകൊണ്ടാ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ടാക്കി വെച്ചാൽ ഒറ്റ കാര്യം പറയാമുള്ളൂ, എന്ത് ചെയ്യണം? വാറൻ ഹേസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്യണം. കമ്പനിയിൽ ഭയങ്കര അഴിമതിയാണ്. ഓക്കെ അല്ലെ? ഒരു പാട്ടുമില്ല, ഒന്നുമില്ല, കുടുംബം ഒന്നായും ഇല്ല. ഓക്കെ, ശരത്കുമാർ എന്ത് ചെയ്തു? സമാധാനത്തിൽ മരിച്ചുമില്ല, ഒന്നും നടന്നില്ല, സിനിമയെ മാറി. ഓക്കെ, കാരണം വന്നതാരാ? വന്നതുമില്ല. വില്ലന്റെ പേരെന്താ? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം സിലബസിലുള്ള ആക്ട് നോക്കാം. ഒന്ന്, റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ചാർട്ടർ ആക്ട് 1793, 1813, 1833, 1853, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. സാർ ഇത് വെറുതെ വായിക്കുകയാണല്ലോ, റിലാക്സ് ആയിരിക്കും. ഓക്കെ അല്ലെ? 1773 കൂടെ 20 കൂട്ടി എത്ര മക്കളെ? 1793. കറക്റ്റ് അല്ലേ? 1793 20 കൂട്ടി എത്ര മക്കളെ? 1813. വീണ്ടും 20 കൂട്ട് 1833. വീണ്ടും 20 കൂട്ട് 1853. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ചാർട്ടർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചാർട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സമയത്തേക്കാണ് എന്ത് ചെയ്യുക? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ വേണ്ടി പറ്റും. അതായിരുന്നു ചാർട്ടർ ഉണ്ടായിരുന്നത്. ആദ്യമായി ചാർട്ടർ കൊടുത്തത് എപ്പോഴാണ് ചോദിച്ചാൽ എന്ത് പറയും? 1600 പറയും. 1600 കൊടുത്ത ചാർട്ടർ സാറ് പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ സമയമാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് വർഷം കൊണ്ട് കഴിയുണ്ടാവണം. അത് പിന്നെ എന്ത് ചെയ്തു? ഇൻഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ എന്ത് ചെയ്തു? ആക്ച്വലി ഒരുപാട് കാലത്തേക്ക് എന്ത് ചെയ്ത്? നീട്ടി. ഇത്രയും കാലം ഒക്കെയാണോ? ഇത്രയും കാലം ഒക്കെ ആണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് എന്ത് ചെയ്തു? അത് നീട്ടി. അങ്ങനെ നീട്ടിയിരിക്കുന്ന സ്ഥലത്ത് എന്ത് വന്നു? അഴിമതി വന്നു. അതുകൊണ്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 ഉണ്ടായത്. ആദ്യമായി ചാർട്ടർ കൊടുത്തത് 1600. ഓക്കെ അല്ല? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് 1773. അപ്പൊ എന്റെ ചോദ്യം, 1600 1773 1600 1773 തമ്മിൽ എത്ര വർഷത്തെ ഇതുണ്ട്? ആക്ച്വലി 173 വർഷത്തെ ഡിഫറൻസ് ഇല്ലേ? 173 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. 173 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് റെഗുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും അഴിമതി നടന്നു. ഇപ്പോ നിങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾ അത്രയും വിശ്വസിച്ച എന്തുണ്ട്? നിങ്ങളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ എന്താ ചേട്ടൻ, നിങ്ങളുടെ ഫ്രണ്ട്, നിങ്ങളുടെ ലവർ, നിങ്ങളുടെ വൈഫ്, ഓക്കെ അല്ല, ഹസ്ബൻഡ്, ആര് വേണമെങ്കിൽ ഉണ്ടാവും. അത്രയും വിശ്വസിക്കുന്ന ആളാണ് ഇവരെല്ലാം. ഇവരെല്ലാം ഒരു പ്രാവശ്യം നിങ്ങളെ ചതിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് എന്ത് ചെയ്തു? വിശ്വാസവഞ്ചന നടത്തിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം തൊട്ട് ഇവരെ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ അതോ എപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമോ?
അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ എല്ലാവരും ഉത്തരം പറയാൻ പോകുന്ന എപ്പോഴും ഒന്നുണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇല്ലേ? അതുകൊണ്ട് റെഗുലേറ്റിംഗ് ആക്ട് കഴിഞ്ഞു പറഞ്ഞ ബ്രിട്ടീഷ് പാർലമെന്റ് മനസ്സിലായി ഈ കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓരോ 20 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, ആക്ട് പുതുക്കും. ഓരോ 20 ഇയേഴ്സിൽ ഞങ്ങൾ ആക്ട് പുതുക്കും. ആക്ട് പുതുക്കിയിട്ട് നിങ്ങൾ നന്നായി പണിയെടുക്കണ്ടോ ഇല്ലയോ ഞങ്ങൾ എന്ത് ചെയ്യും നോക്കും. ഇത്രയും മനസ്സിലായോ? അപ്പൊ 1773 ശേഷം 20 വർഷം കൂട്ടി എത്ര കിട്ടി? 1793. 20 1815, 20 1833, 20 1853. അപ്പൊ എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് എന്നും എന്താണ് ചാർട്ടർ ആക്ട് എന്നും മനസ്സിലായോ? ഓക്കെ, അത് ചാർട്ടർ ആക്ട് എന്ന് വെച്ചാൽ എന്താ, ഓരോ 20 വർഷം കഴിയുന്നതോറും കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കുക. പതുക്കെ പതുക്കെ അധികാരം ആർക്ക് കൊടുക്കുക, ബ്രിട്ടീഷ് പാർലമെന്റിന് കൊടുക്കുക. ഓക്കെ, അതെന്താ സാർ കൊടുക്കേണ്ട കാര്യമുള്ളത്? മക്കളെ കമ്പനിയിൽ അഴിമതിയല്ലേ? അങ്ങനെ ഈ അഴിമതി നടത്തുന്ന ഈ കമ്പനിയെ വെച്ചിട്ട് ഇനി ഇവിടെ ഭരിക്കുക ശരിയായിരിക്കോ? ഓക്കെ അല്ലെ? ശരിയായിരിക്കില്ല. അങ്ങനെ എടുത്തോ പിടിച്ചോ കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെയാണ് ചെയ്യുക. ഇതിന്റെ ഇടയിൽ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ 2 ആക്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ആക്ടിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. രണ്ടാമത്തെ ആക്ടിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ഉണ്ടായെന്ന് നോക്കി കഴിഞ്ഞാൽ റെഗുലേറ്റിംഗ് ആക്ട് വേണ്ട രീതിയിൽ പണിയെടുത്തില്ല. റെഗുലേറ്റിംഗ് ആക്ട് പൊളിഞ്ഞു. എന്താ പറ്റിയത്? കൊണ്ടുവന്നത് വിജയല്ല. ആരാണ്? വിജയ് സേതുപതിയാണ്. എന്താ നടന്നത്? ആക്ച്വലി വാറൻ ഹേസ്റ്റിങ്സ് വില്ലനായി, അഴിമതി വീണ്ടും കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു ബന്ധവുമില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആക്ട് കൊണ്ടുവരണം. ആക്ടിന്റെ പേരെന്താ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. എന്താണ് ചോദ്യം? ഓക്കെ അല്ലെ? അഴിമതി എന്ത് ചെയ്യണം, ഇല്ലാതാക്കണം. ഓക്കെ, ഞാൻ വീണ്ടും ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ആ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും അറിയാം? നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്താ അച്ഛൻ, അമ്മ, ഫ്രണ്ട്, അങ്ങനെ ആരെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ വിശ്വാസവഞ്ചന നടത്തി, നിങ്ങൾ എന്ത് ചെയ്തു? ക്ഷമിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം വിശ്വാസവഞ്ചന നിങ്ങൾ ക്ഷമിക്കുകയോ അവരെ എന്തെങ്കിലും ശിക്ഷിക്കുകയോ എന്താ വെച്ചാൽ ഇനി തൊട്ട് അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ എന്താ അവരെ ജയിലിൽ അടയ്ക്കണം, എന്തെങ്കിലുമൊക്കെ അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിക്കുക. സെയിം ലോജിക്കാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉദ്ദേശിച്ചത്. ഒരു പ്രാവശ്യം ഞങ്ങൾ പറ്റിച്ചു, 2 പ്രാവശ്യം ഞങ്ങൾ പറ്റിച്ചു. ഓക്കെ അല്ലെ? ഇനിയും പറ്റിക്കപ്പെടാൻ നമുക്ക് വയ്യ. ഇനി ഞങ്ങളെ പുറത്ത് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഓക്കെ അല്ലെ? അധികാരം ആരെടുക്കാൻ പോവാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് കൊണ്ടുവന്നിട്ടുള്ള ആക്ടിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കമ്പനിയുടെ അധികാരം ഏകദേശം ആരെടുക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് എടുക്കും. എന്നിട്ട് പതുക്കെ 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 കമ്പനിയിൽ നിന്നുള്ള മൊത്തം അധികാരവും ആരെടുക്കും? ബ്രിട്ടീഷ് പാർലമെന്റ് എടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുക. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരും. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം എന്ത് പറയും? ഇനി മുതൽ ഇവിടെ കമ്പനി ഇല്ല, ഇനി മുതൽ ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് റൂളാണ്, രാജ്ഞിയുടെ പേരിലാണ്. ഓക്കെ അല്ലെ? രാജ്ഞിയുടെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യുക? റൂള് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറയും. സാർ ഇത്രയും നേരം പറഞ്ഞ കഥ എന്താ, ഒന്ന് ചുരുക്കി പറയാമോ? അതായത് ഒരു കമ്പനി ഉണ്ട്, കമ്പനി ഉണ്ടാക്കിയത് 1600-ലാണ്. ആ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു 1773. അഴിമതിയാണ്. വീണ്ടും കമ്പനിയുള്ളവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ. എന്നിട്ട് ആ കമ്പനിയുടെ അധികാരം ആരെടുക്കാൻ പോവാണ്? ബ്രിട്ടീഷുകാർ തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ചാർട്ടർ ഉണ്ടാക്കി 93, 1833, 1853. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? കമ്പനിയുടെ അധികാരം മൊത്തമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഒരു ആക്ട് ഉണ്ടാക്കണം. ആ ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് പ്രേരണ കൊടുത്ത എന്താ? ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് റിവോൾട്ട് ഓഫ് 1857. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഈ ആക്ട് ആണ് നമ്മൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതായത് റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കമ്പനിയുടെ അധികാരം മാറും. ആര് ഭരിക്കും? ബ്രിട്ടീഷുകാർ ഭരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? 1600 തൊട്ട് 1858 വരെ, 1858 വരെ ഇന്ത്യയിൽ ആരാണ് കൺട്രോൾ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കൺട്രോൾ. 1858 തൊട്ട് 1947 വരെ ആരാണ് ഇന്ത്യയിൽ കൺട്രോൾ? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ കൺട്രോൾ. ഓക്കെ അല്ലേ? അപ്പൊ മൊത്തം ബ്രിട്ടീഷ് ഭരണത്തെ 2ആയി ഡിവൈഡ് ചെയ്യാൻ മനസ്സിലായി. എങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക? 1600 to 1858. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഡിവിഷൻ 1858 to 1947. 1947 നമുക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടി. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ആരുടെ ആക്ടാ? പിറ്റ്സിന്റെ ആക്ട് ആണ്. അപ്പൊ ആരുണ്ടാക്കിയത്? പിറ്റ്സ് എന്ന് പറഞ്ഞ ആക്ട് ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഈ ആക്ട് പറഞ്ഞത് നോക്കാം. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ആക്ടിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം,
ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരണം. സർ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞാൽ നമ്മുടെ നമുക്ക് SLC+2 കോളേജിൽ കിട്ടുന്ന സാധനമാണോ? അല്ലല്ല. ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം കൂടി അതിന്റെ പേരാണ് വ്യത്യാസം. ഓക്കെ അല്ലെ? എന്തും തമ്മിൽ കൊമേഴ്ഷ്യലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസും തമ്മിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. സർ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം നടത്തുക. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിനെ എന്ത് ചെയ്യുക? തോൽപ്പിച്ചിട്ട് രാജ്യം എന്ത് ചെയ്യുക? പിടിച്ചെടുക്കുക. ഓക്കെ അല്ലെ? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നില്ലേ? രാജാവിനെ തോൽപ്പിച്ചിട്ട് രാജ്യം പിടിച്ചെടുത്തില്ലേ? ബാറ്റിൽ ഓഫ് ബക്സർ നടന്നില്ലേ? രാജാവിനെ തോൽപ്പിച്ചിട്ട് രാജ്യം പിടിച്ചെടുത്തില്ലേ? ഓക്കെ അല്ലെ? മൈസൂർ യുദ്ധം നടക്കുന്നുണ്ടാവും, രാജാവിനെ തോൽപ്പിച്ച് എന്ത് ചെയ്യും? രാജ്യം പിടിച്ചെടുക്കും. മറാഠാക്കാരുമായി യുദ്ധം നടക്കുന്നുണ്ടാവും. ഇതെല്ലാം നടക്കുന്നില്ലേ? അപ്പൊ യുദ്ധവും എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയും ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ അല്ലെ? കമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ? സാധനം കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു. നിനക്ക് ചായ വേണ 10 രൂപ. ഓക്കെ അല്ല? നിനക്ക് കറുപ്പ് വേണ 100 രൂപ. നിനക്ക് തേയില എന്താ പറയാ കുരുമുളക് വേണ, വേറെ എന്തെങ്കിലും വേണ 20 രൂപ എന്ന് പറഞ്ഞ സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. എന്തെങ്കിലും സ്ഥലത്ത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. സാർ അപ്പൊ കമ്പനിക്ക് യുദ്ധം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നല്ലോ. അതാണ് എവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്? 1600 ചാർട്ടർ ആക്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 1600 ചാർട്ടർ ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലെ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചല്ലേ? ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ആ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇനി എന്ത് ചെയ്യും? സെപ്പറേറ്റ്. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി സെപ്പറേറ്റ്. ഓക്കെ അല്ലെ? രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പരിപാടി. ഓക്കെ അല്ലെ? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി സെപ്പറേറ്റ് ആയിരിക്കും, പൊളിറ്റിക്കൽ ആക്ടിവിറ്റി സെപ്പറേറ്റ് ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ രണ്ടാമത്തെ പരിപാടി. ഓക്കെ, രണ്ടാമത്തെ പരിപാടി ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന ടേം യൂസ് ചെയ്തു. ഓക്കെ, ഇതുവരെ ഒരു കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ രാജാക്കന്മാരെ പിടിച്ചൊക്കെ ചെയ്തത്. ഇനി ആ കമ്പനിയല്ല, ഇനി ഇത് നേരിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യത്തിന്റെ അധികാരത്തിലുള്ള സ്ഥലമായിരിക്കും. ഇന്ത്യയിൽ കമ്പനി പിടിച്ചടക്കിയ സ്ഥലങ്ങളിലെല്ലാം ആർക്ക് അവകാശമുണ്ട്? ബ്രിട്ടൻ അവകാശമുണ്ട്. ബ്രിട്ടൻ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ ആക്ടാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ നേരിട്ട് കൺട്രോൾ കിട്ടി, ഡയറക്റ്റ് കൺട്രോൾ കിട്ടി. ഏതിലൂടെ? പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ. ഇതൊന്നും റെഗുലേറ്റിംഗ് ആക്ടിൽ നടന്നിട്ടില്ല കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ടിൽ എന്താ ചെയ്തത്? ആക്ച്വലി ബ്രിട്ടീഷുകാർ പറഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കമ്പനി ബ്രിട്ടനോട് ചോദിക്കണം. ചുമ്മാ റെഗുലേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എന്ത് എന്താ പറയാ റെഗുലേറ്റിംഗ് ആക്ട് 1773 പണി പോകുന്നത്. അല്ലാതെ എന്തല്ല ഇതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുക എന്ന് വെച്ചാൽ കമ്പനിയെ മാറ്റിയതിനു ശേഷം ടേക്ക് ഓവർ ചെയ്യുക, ഇതൊന്നും ആരുടെ പണിയല്ല? റെഗുലേറ്റിംഗ് ആക്ടിന്റെ പണിയല്ല. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്ത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്? റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി റെഗുലേറ്റ് ചെയ്യല്ല, ടേക്ക് ഓവർ ചെയ്യാണ്. ടേക്ക് ഓവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മതി മക്കളെ. ഓക്കെ അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്താണ് പൊസിഷൻസ് എല്ലാം ബ്രിട്ടീഷേഴ്സിന്റെ ആണ്. ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് കൊടുത്തു? ഡയറക്റ്റ് കൺട്രോൾ കൊടുത്തു. കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയും പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയും നമ്മൾ എന്ത് ചെയ്തു? വ്യത്യാസം വരുത്തി. ഇത്രയും കാര്യം ഒക്കെയാണോ? ഇത്രയും കാര്യം ഒക്കെയാണ്. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ടും പിറ്റ്സ് ഇന്ത്യ ആക്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായ? റെഗുലേറ്റിംഗ് ആക്ട് വെച്ചാൽ എന്താ? റെഗുലേറ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും കാര്യം ഒക്കെയാണോ? ഇത്രയും കാര്യം ഒക്കെയാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ അല്ലെ? ഈ ആക്ടിലൂടെ ബ്രിട്ടീഷ് ക്രൗൺ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കിരീടം എന്ന് വെച്ചാൽ ബ്രിട്ടനിലെ രാജാവോ രാജ്ഞിയോ. ഓക്കെ അല്ലെ? ഈ ബ്രിട്ടീഷ് രാജാവോ രാജ്ഞിയോ ആയിരിക്കും എന്തുണ്ടാവുക? സിവിൽ ആൻഡ് മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഏത് രാജാവുമായി സംസാരിക്കണം? ഓക്കെ അല്ലെ? മറാഠക്കാരുമായി യുദ്ധം ചെയ്യണോ? വേണ്ടയോ? ഓക്കെ അല്ലെ? കേരളത്തിൽ തിരുവിതാംകൂറുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കണോ? വേണ്ടയോ? ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? സാമൂതിരിയെ ആക്രമിക്കണോ? വേണ്ടയോ? ഓക്കെ, പിന്നെന്താ? ഹൈദരലിയെ ആക്രമിക്കണോ? വേണ്ടയോ? എന്നതെല്ലാം ക്രൗണിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് രാജാവിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കും. ഓക്കെ അല്ലെ? എന്തെങ്കിലും സോപ്പ് ചീപ്പ് കണ്ണാടി വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി. അതെല്ലാം ആർക്ക് ചെയ്യാവുന്നതാണ്? കമ്പനിക്ക് ചെയ്യാം. ഓക്കെ അല്ലെ? സോപ്പ് ചീപ്പ് കണ്ണാടി നിങ്ങൾ വിട്ടോളൂ. ബാക്കി ഇന്ത്യയെ പിടിച്ചടക്കേണ്ട പരിപാടി ആര് ചെയ്യാം? ബ്രിട്ടീഷുകാർ ചെയ്യാം. എപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്? 17
പിറ്റ്സ് ഇന്ത്യ ആക്ട് എപ്പോഴാ? 1784 തന്നെ പറഞ്ഞു. ഇത്രയും കാര്യമൊക്കെ അല്ലേ. നേരത്തെ എന്താ പറയാ, വല്ല ഗൈഡിലോ അല്ലെങ്കിൽ SCRTO മാത്രം വായിച്ചിട്ട്, ഒരു പോർഷൻ മാത്രം വായിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? 1858 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച് പിടിച്ചെടുത്തു. അപ്പൊ 1858 അത് ചെയ്തത്. ഇങ്ങനെ ഒറ്റ വരി പഠിച്ചിട്ട് വരരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഈ ഒറ്റ വരിയിലല്ല, അവരിത് ചെയ്യാൻ വേണ്ടി 1784 തുടങ്ങിയിട്ടുണ്ട്. അവരത് ഫൈനലൈസ് ചെയ്യാണ് ഇപ്പൊ ചെയ്യുക 1858 ചെയ്യുക. ഇത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെ. ഒരു ദിവസം രാവിലെ എണീറ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായി കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തോന്നി എന്ത് ചെയ്യാം, ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാം. അങ്ങനെ അല്ലാണ്ട പ്രോസസ്. ഓക്കെ അല്ലേ? പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് 1784 കറക്റ്റ് പ്രോസസ് റെഗുലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് 73 എന്നിട്ട് 1858 എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം, 1858 വരുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടാ? എന്ത് പൊളിറ്റിക്കൽ റൈറ്റ് ഉണ്ടാ? ഈ യുദ്ധം ആരാ ചെയ്യുന്നത്? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകരുണ്ടായിരുന്നില്ലേ, ഝാൻസി റാണി, അവരൊക്കെ ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ യുദ്ധം ആരാ ചെയ്യുന്നത്? കമ്പനിയാണോ ബ്രിട്ടീഷ് രാജാവിന്റെ അല്ലെങ്കിൽ അന്ന് രാജ്ഞിയായിരുന്നു, ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ പ്രകാരമാണോ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ പ്രകാരം. ഓക്കെ. ഇത്രയും കാര്യം ഒക്കെയാണോ? ഇത്രയും കാര്യം ഒക്കെയാണ്. ടണ്ണല്ലേ? ഓക്കെ. കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ആരുടെ മോണോപ്പൊളിയാണ്? ബ്രിട്ടന്റെ മോണോപ്പൊളിയാണ്. ഓക്കെ അല്ലേ? അല്ല, കമ്പനിയുടെ മോണോപ്പൊളിയാണ്. അതിലെ കുത്തവകാശം ആർക്കുണ്ട്? കമ്പനിക്കുണ്ട്. പക്ഷേ ഓക്കെ, പക്ഷെ എന്താ, മിലിറ്ററി സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആര് ചെയ്യും? ഇന്ത്യക്കാരനെ ചെയ്യും. സോറി, ഇന്ത്യക്കാരെ. മിലിറ്ററി സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആരും ചെയ്യും? ബ്രിട്ടീഷുകാരനെ ചെയ്യും. ഇത്രയും കാര്യമൊക്കെയാണോ? ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ സാരാംശം. സാരാംശം വെച്ചാൽ എന്താ? ബേസിക് ആയ കാര്യം. ഇനി ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ അല്ലേ? ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ബൈ റെഗുലേറ്റിംഗ് ആക്ട് 1773 EIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിക്കം സബോർഡിനേറ്റ് ടു ബ്രിട്ടീഷ് പാർലമെന്റ്. ഓക്കെ അല്ലേ? എന്റെ ചോദ്യം, റെഗുലേറ്റിംഗ് ആക്ട് എന്തിനുള്ളതാ? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺട്രോൾ ചെയ്യാനുള്ളതാണോ? അല്ല. ഓക്കെ അല്ലേ? അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ളതല്ലെങ്കിൽ ഓക്കെ അല്ലെ, റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ് കീഴിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുമോ? ഇല്ല. ഏത് ആക്ടിലൂടെ വരിക? ഇന്ന് നമ്മൾ പഠിക്കുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വരിക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അതെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഓപ്ഷൻ എ പോയി, ഓപ്ഷൻ സി പോയി. ഇനി നിങ്ങളുടെ കയ്യിലാണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദ ഓപ്ഷൻസ് ഗീവൺ ആണ്, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നും അല്ല. അപ്പൊ എല്ലാ ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? 2, 3. അപ്പൊ ഓപ്ഷൻ 2, പിറ്റ്സ് ഇന്ത്യ ഗേവ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്ട് കൺട്രോൾ ഓവർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. കൊടുത്തില്ലേ? ഡയറക്ട് കൺട്രോൾ കൊടുത്ത ആക്ട് അല്ലേ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആണ്. ഓക്കെ അല്ലേ? നമ്പർ 3, ദ മെയിൻ റീസൺ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈസ് ബിക്കോസ് ഓഫ് ദ കറപ്ഷൻ ഹാപ്പൻ അറ്റ് ദ ടൈം ഓഫ് വാറൻ ഹേസ്റ്റിംഗ്സ്. സാർ ഇത് പറഞ്ഞിട്ടില്ല. ഇതല്ലേ ഞാൻ ആദ്യം വളരെ ഡിഫറെന്റ് ആയി പറഞ്ഞത്. നീ എഴുതി വെക്കേ വേണ്ടു, ഞാൻ എഴുതി വെക്കും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ എന്താ, വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്തുണ്ടായ കറപ്ഷൻ കാരണമാണോ ബ്രിട്ടീഷ് പാർലമെന്റിന് വീണ്ടും ഇങ്ങനെ ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധിതമായത്? അതെ. ഇല്ലെങ്കിൽ അവർക്ക് എപ്പോ ആക്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു? 1793 ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. 20 വർഷം എന്തുണ്ട്? ഗ്യാപ്പ് ഉണ്ട്. 1793 ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അവർ 1784 ഉണ്ടാക്കാൻ കാരണം എന്താ? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ നേതൃത്വത്തിൽ അവിടെ എന്ത് വന്നു? കറപ്ഷൻ വന്നു, വീണ്ടും വന്നു. അപ്പൊ 2, 3 ശരിയാണോ? അതെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി, 2 and 3. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ആണ്. ഓക്കെ. അങ്ങനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 വിളിക്കുന്ന വേറൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784. എന്തുകൊണ്ടാ ഇതിനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കുന്നത്? അതായത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പേരാണ് വില്യം പിറ്റ്. ഈ വില്യം പിറ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എന്തോ വിളിച്ചു? പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് വിളിച്ചു. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ആക്ടിന്റെ പേരെന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 ആണുള്ളത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 പ്രകാരം ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നു? ഒരു ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ കൊണ്ടുവന്നു. ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 2 രീതിയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കാര്യങ്ങൾ നടക്കുക. അപ്പൊ നിങ്ങൾ തന്നെ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ, ഏതൊക്കെയാണ് 2 രീതി? രീതി നമ്പർ 1, ഓക്കെ അല്ലെ, പൊളിറ്റിക്കൽ സിവിൽ കാര്യങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റ് കയ്യിലായിരിക്കും. കറക്റ്റ് ആണോ? അതെ. 2, കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ, അതായത് വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരിക്കും. അപ്പൊ 2 രീതിയിലുള്ള ഭരണ സംവിധാനം നടക്കുന്നില്ലേ? ഒന്ന് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, രണ്ടാമത്തെ എന്താ ഉദ്ദേശിക്കുന്നത്?
രണ്ടാമത്തെ എന്താ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ ആക്ടിവിറ്റീസ്. ഈ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റ് നടക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ അല്ലെ? അങ്ങനെ സെപ്പറേറ്റ് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ ഓവർ ഇന്ത്യ എന്ന് വിളിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. എന്താണ് ഡ്യുവൽ സിസ്റ്റം ഓഫ് കൺട്രോൾ ഇന്ത്യ എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ അല്ലെ? ഈ ആക്ടിനെ വിളിച്ച വേറൊരു പേരെന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784. ഓക്കെ അല്ലെ? എന്തുകൊണ്ടാണ് ഈ ആക്ട് ഉണ്ടാക്കി വെച്ചത് എന്താ പറയാൻ പോകുന്നത്? ആക്ച്വലി ഷോർട്ട് കമ്മിങ്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്ന് വെച്ചാൽ എന്താ? റെഗുലേറ്റിംഗ് ആക്ട് 1773 ഉണ്ടായിരുന്ന കുറവുകൾ, ഓക്കെ അല്ലെ, കുറ്റങ്ങളും കുറവുകളും നികത്തുക എന്നതാണ് എന്ത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലെ പ്രധാനപ്പെട്ട സംഭവം. എന്താണ് കുറ്റവും കുറവും? കറപ്ഷൻ നിർത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ട് വീണ്ടും കറപ്ഷനായി. അപ്പൊ ആകെ പ്രശ്നമായില്ലേ? ഓക്കെ അല്ലെ? അതാണ് അതിലെ കുറ്റവും. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് 1784 എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 രണ്ടും ഒന്നാണ്, രണ്ട് പേരിലാണ്. എന്തിനാ കൊണ്ടുവന്നത്? റെഗുലേറ്റിംഗ് ആക്ടിലെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട്. ആരാ കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വില്യം പിറ്റ്. അതുകൊണ്ട് ഇതിന് എന്ത് വിളിച്ചു? പിറ്റ്സ് ഇന്ത്യ ആക്ട് വിളിച്ചു. ഓക്കെ അല്ലെ? ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ, ഡൺ അല്ലേ? ഡൺ. അതുകൊണ്ട് ഈ ആക്ട് ആണ് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട ആക്ട്. The groundwork for eventual British establishment, ബ്രിട്ടീഷ് രാജ് തുടക്കമിട്ട ആക്ട് ആണെന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. സാർ, അപ്പോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നുണ്ട്. എന്റെ മക്കളെ, ഞാൻ കൃത്യമായി പറഞ്ഞാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനിയാണ്. കമ്പനി ഭരിക്കുന്നതിനെ നമ്മൾ ബ്രിട്ടീഷ് രാജ് എന്ന് വിളിക്കില്ല. ഓക്കെ അല്ല? അത് കമ്പനി ഭരണം എന്നാണ് വിളിക്കുക. ബ്രിട്ടീഷ് രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ എന്ത് ചെയ്യണം? ഇന്ത്യയുടെ പുറത്ത് ഭരിക്കണം. ഓക്കെ അല്ലെ? അതിന് തുടക്കമിട്ടത് എപ്പോഴാ? 1784ലാണ്. ഇത് ഫൈനലൈസ് ആയത് എപ്പോഴാ? 1858ലാണ്. അപ്പൊ നമ്മുടെ വരുന്ന ക്ലാസ്സുകളിലെ കഥ എന്താ? ഈ 1784 തൊട്ട് 1858 വരെ ഏതൊക്കെ സംഭവിച്ചു എന്നാണ് എന്ത് പ്രധാനപ്പെട്ട കഥ ഉണ്ടാവും. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഡണ്ണാണോ? ഇത്രയും കാര്യം ഡണ്ണാണെങ്കിൽ എന്തുകൊണ്ടാ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഉണ്ടാക്കിയത്? ലോർഡ് വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്ത് ഇവിടെ എന്താണ്? മിസ്മാനേജ്മെന്റും കറപ്ഷനും. വെറും കറപ്ഷനും മിസ്മാനേജ്മെന്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ദ മെയിൻ റീസൺ ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈസ് ബിക്കോസ് ഓഫ് ദ കറപ്ഷൻ ഹാപ്പൻ അറ്റ് ദ ടൈം ഓഫ് വാറൻ ഹേസ്റ്റിംഗ്സ്. അത് ശരിയല്ലേ? അതെ. ഓക്കെ അല്ലേ? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്ത് എന്ത് വന്ന്? കറപ്ഷനും മിസ്മാനേജും വന്നു. അപ്പൊ എന്റെ ചോദ്യം, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാ. വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സമയത്താണോ കറപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതോ റോബർട്ട് ക്ലൈവിന്റെ സമയത്ത് തന്നെ കറപ്ഷൻ ഉണ്ടോ? റോബർട്ട് ക്ലൈവിന്റെ സമയത്ത് തന്നെ കറപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റോബർട്ട് ക്ലൈവിന്റെ സമയത്തെ കറപ്ഷൻ മാറ്റാൻ വേണ്ടി റോബർട്ട് ക്ലൈവിനെ മാറ്റിയിട്ട് വാറൻ ഹേസ്റ്റിംഗ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയ ആക്ടിന്റെ പേരെന്താ? റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ വാറൻ ഹേസ്റ്റിംഗ്സിനെ കൊണ്ടുവന്ന വാറൻ ഹേസ്റ്റിംഗ്സ് എന്തായി? കറപ്റ്റഡ് ആയപ്പോൾ ഇനി വേറെ ആരും വേണ്ട, ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ ഭരിക്കാം എന്ന് പറഞ്ഞുണ്ടാക്കിയ ആക്ടിന്റെ പേരെന്താ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. അപ്പൊ എന്തുകൊണ്ടാ പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നത്? ഫെയിലിയർ ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ അല്ലെ? ഇതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് പറ്റി? വീണ്ടും ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു. ഓക്കെ അല്ലെ? നമ്മുടെ ഹീറോയായ വാറൻ ഹേസ്റ്റിംഗ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, വീണ്ടും എന്ത് ചെയ്തു? പ്രശ്നം വന്നു. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം? കമ്പനിയെ വീണ്ടും ബെയിൽ ഔട്ട് ചെയ്ത് പറ്റും. ആകെ പ്രശ്നമായി. ഓക്കെ. അതിനോടൊപ്പം മിലിറ്ററി സെറ്റ് ബാക്സ് ഉണ്ടായി. മിലിറ്ററി സെറ്റ് ബാക്ക് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഓക്കെ അല്ലെ? ആദ്യ ആംഗ്ലോ മറാഠ യുദ്ധം ഉണ്ടായി. ഓക്കെ അല്ലെ? അതില് 1777 to 1782ലാണ് എന്ത് നടക്കുന്നത്? ആദ്യ ആംഗ്ലോ മറാഠ യുദ്ധം നടക്കുന്നത്. ഓക്കെ അല്ലെ? ഒന്നാം ആംഗ്ലോ മറാഠ വാർ നടക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഈ ഒന്നാം ആംഗ്ലോ മറാഠ വാർ നടക്കുന്ന സമയത്ത് 1775 തൊട്ട് 1782 വരെ ഇത് നടക്കുന്ന സമയത്ത് വിചാരിച്ച പോലെ വിജയം കിട്ടിയില്ല. വലിയ പരാജയം ഒന്നും പെട്ടില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിചാരിച്ച പോലെ വിജയം കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഡിഫീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാൻ പറ്റും. കമ്പനി എന്ത് ചെയ്തു? ഡിഫീറ്റഡ് ആയി. ഏതില്? ആംഗ്ലോ മറാഠ വാർ. ഓക്കെ. അപ്പോ കയ്യിൽ പൈസ ഇല്ല. എന്താണ് ഇവിടെ ഇന്ത്യൻ രാജ്യങ്ങൾ പിടിച്ചെടുക്കാനും പറ്റുന്നില്ല. ഓക്കെ. അടുത്ത കാര്യം എന്താ? ഇൻക്രീസിങ് ഓവർ സൈറ്റ് ഓഫ് ക്രൗൺ. ക്രൗൺ എന്ന് വെച്ചാൽ രാജാവോ രാജ്യം. ഓക്കെ അല്ലെ? അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡിംഗ്, അതായത് ഒരു വ്യാപാരി എന്ന നിലയിൽ നിന്ന് ഒരു റൂളിംഗ് പവർ, ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട്. അത് എപ്പോഴാ മാറിയെന്ന് ചോദിച്ചാൽ എപ്പോഴാ പറയാ? 1757 എന്ത്? 1757 ഏത് യുദ്ധമാ? ബാറ്റിൽ ഓഫ് പ്ലാസി.
അപ്പൊ വ്യാപാരികളായി ഇവിടെ 1600 വന്നവർ 1757 ഇന്ത്യയുടെ റൂളിംഗ് പവർ ആയിട്ട് മാറി 1757 ഓക്കെ അല്ലെ. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശരിയായി ഭരിക്കാൻ പറ്റുന്നുണ്ടോ എന്നെന്താണ് ക്രൗണിന് ഡൗട്ട് വരാനുള്ള കാരണം എന്താ? ഇവിടെ ആകെ അഴിമതിയാണ്. അപ്പൊ വില്യം പിറ്റ് എന്ത് ചെയ്തു? ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ എന്ത് ചെയ്യാൻ, ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഫെയിലിയർ ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അത് കൃത്യമായി മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? മിലിറ്ററി സെറ്റ് ബാക്സ്. ഓക്കെ അല്ലെ? അതൊക്കെ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻക്രീസിംഗ് ഓവർ സൈറ്റ് ഓഫ് ക്രൗൺ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ എന്ത് ചെയ്തു? ഇന്ത്യയെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കി. അതായത് 2 പ്രസിഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഒരു പ്രസിഡൻസിന്റെ പേര് ബോംബെ, ഒരു പ്രസിഡൻസിന്റെ പേര് മദ്രാസ്. ഓക്കെ അല്ലെ സാർ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ടും 3 പ്രവിശ്യകളിൽ, 3 പ്രസിഡൻസി എന്ന് വെച്ചാൽ പ്രവിശ്യ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലം. ഓക്കെ അല്ലെ? 3 പ്രവിശ്യകളിലൂടെയാണ് ഇന്ത്യ ഭരിക്കുക. ഒന്നിന്റെ പേര് ബംഗാൾ. ബംഗാൾ എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന വെസ്റ്റ് ബംഗാൾ അല്ലേ, ഇത്രയും വലിയ പാർട്ടാണ് എന്ത്? ബംഗാൾ. ഓക്കെ അല്ലെ? ഇന്നത്തെ നമ്മുടെ എന്താണ് ബംഗ്ലാദേശ് എന്തിൽ വരും? ഈ പരിപാടിയിൽ വരും. രണ്ടാമത്തെ സ്ഥലമാണ് ബോംബെ. ബോംബെ എന്ന് വെച്ചാൽ ഇന്ന് മഹാരാഷ്ട്രയിൽ കാണുന്ന സ്ഥലമല്ലേ. അവിടെ എന്തൊക്കെയുണ്ട്? രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്ര, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. മദ്രാസ് എന്ന് വെച്ചാൽ എന്താ? ഇത് നമുക്ക് ഏകദേശം 5 സംസ്ഥാനം അറിയില്ലേ? ഇവിടെ കേരളം, ഇവിടെ തമിഴ്നാട്, ഇവിടെ കർണാടക, ഇവിടെ എന്താ ആന്ധ്രാപ്രദേശ്, ഇവിടെ എന്താ തെലുങ്കാന, ഇങ്ങനെ 5 സംസ്ഥാനങ്ങളില്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് മദ്രാസ്. അപ്പോ ബ്രിട്ടീഷുകാർ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിന്റെ പേര് ബംഗാൾ, ഒന്നിന്റെ പേര് ബോംബെ, ഒന്നിന്റെ പേര് മദ്രാസ്. ക്ലിയർ? അങ്ങനെ ബംഗാളിന്റെ കീഴിലേക്ക് എന്ത് ചെയ്തു? ബോംബെയും മദ്രാസിനെയും കൊണ്ടുവന്നു. ഓക്കെ. ഇപ്പൊ ബംഗാളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഗവർണർ ജനറൽ ഭരിക്കും. അപ്പൊ ഗവർണർ ജനറലിന്റെ ഓർഡറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ബോംബെയും മദ്രാസിനെയും ഭരിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ വരുമല്ലേ? ഓക്കെ അല്ലെ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് എന്ത് വേണം? ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് വേണ്ടേ? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി ക്യാപിറ്റൽ വേണ്ടേ? ആ ക്യാപിറ്റൽ ആയിരിക്കും കൽക്കട്ട. ഓക്കെ അല്ലെ? അപ്പൊ കൽക്കട്ട ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയിട്ട് മാറുന്ന സമയമാണെന്ന് 1784. ഓക്കെ, ഇത്രയും മനസ്സിലായ? ഇനി അടുത്ത പോയിന്റ് ആണ് ബ്രിട്ടീഷ് പൊസിഷൻസ്. ബ്രിട്ടീഷുകാർ ഇവിടെ എന്തെങ്കിലും പിടിച്ചടക്കിയിട്ടുണ്ടോ? ഉണ്ട്. കേരളത്തിലുള്ള മലബാറിന്റെ വലിയൊരു പോർഷൻ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ അല്ലെ? മദ്രാസിന്റെ ഒരു പോർഷൻ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ബോംബെയുടെ ഒരു പോർഷൻ അവരുടെ കയ്യിലുണ്ട്. ഇവിടെ മറാഠാസ് ഉണ്ട്. ബംഗാളിന്റെ വലിയൊരു പോർഷൻ, ഇപ്പൊ കാണുന്ന ബംഗ്ലാദേശ്, അതൊക്കെ ഉണ്ട് അവരുടെ കയ്യിലുണ്ട്. ഇനി അവർക്ക് പഞ്ചാബിന്റെ പോർഷൻ ആണ് വേണ്ടത്. അതിന് എന്ത് ചെയ്യും? അവർ വർക്ക് ചെയ്യും. നേപ്പാളിനെ ആക്രമിക്കണം. അങ്ങനെ ഒരുപാട് പണി അവർ ചെയ്യുന്നു. ഓക്കെ അല്ലെ? പക്ഷെ കുറെ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചു വെച്ച ഈ സ്ഥലങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും? ആക്ച്വലി ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന പേരിലേക്ക് മാറ്റും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൊസഷൻസ് എല്ലാം മാറ്റുക. എന്താണ്? ബ്രിട്ടീഷ് പൊസഷൻസ് ആണെന്ന് മാറ്റുക. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇനി അത് മുഴുവൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ രാജാവിന്റെ എന്താണ്? കയ്യിലുള്ളതാണ് എന്ന്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്ത സംഭവത്തിന്റെ പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഓക്കെ, എന്റെ ചോദ്യം, ഇവിടെ ഒരു ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ വന്നു. ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് സെപ്പറേറ്റ്. രണ്ടാമത്തെ എന്താ? പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് സെപ്പറേറ്റ്. ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഓക്കെ അല്ലെ? ഈ ബോർഡ് ഓഫ് കൺട്രോളിൽ എത്ര പേരുണ്ട് വെച്ചെന്ന് പറയും? 6 പേരുണ്ടെന്ന് പറയും. എത്ര ആളുകളുണ്ട്? 6 ആളുകളുണ്ട്. ഓക്കെ അല്ലെ? ഒന്നാമത്തെ ആളുടെ പേരെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്തായിട്ട് വരിക? ചെയർമാൻ ആയിട്ട് വരിക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ആളെ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. ഒരാളുടെ പേരാണ് ഗവർണർ ജനറൽ. ഓക്കെ, ഒരാളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടിന് ശേഷം ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ പോകുന്ന 2 പേരാണ്. ഓക്കെ, ഒരാള് ഗവർണർ ജനറൽ ആയിരിക്കും. ആ ഗവർണർ ജനറൽ ഇന്ത്യയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ ആളുടെ പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവാൻ പോകുന്നത് എവിടെയായിരിക്കും? ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവാൻ പോകുന്നത് ബ്രിട്ടനിലായിരിക്കും. അപ്പൊ ഇന്ത്യ ഭരിക്കാൻ 2 ആളുണ്ടാ? ഇന്ത്യ ഭരിക്കാൻ 2 ആൾ. ഗവർണർ ജനറൽ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യയിൽ ഇരിക്കുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ വ്യക്തി എവിടെ ഇരിക്കുന്നു? ബ്രിട്ടനിലിരിക്കുന്നു.
ആ ബ്രിട്ടനിലിരിക്കുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഈ 6 ബോർഡ് ഓഫ് കൺട്രോൾ മെമ്പറുടെ ചെയർമാൻ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ആളുടെ പേരാണ് ചാൻസലർ ഓഫ് എക്സ്ചക്കർ. അപ്പൊ എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ സാർ? ഖജനാവ്. ഖജനാവ് എന്ന് വെച്ചാൽ എന്താ? പൈസ ഇട്ട് വെക്കുന്ന സ്ഥലം. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സോപ്പ് ചീപ്പ് കണ്ണാടി വിറ്റിട്ട് പൈസ കിട്ടില്ലേ? ആ പൈസ എന്ത് ചെയ്യും? ഇട്ട് വെക്കാൻ വേണ്ടി എന്തുണ്ടാവണം? ഒരു ബാങ്ക് ഉണ്ടാവണം. അതിന്റെ പേരാണ് എക്സ്ചക്കർ. ഓക്കെ അല്ലെ? ആ എക്സ്ചക്കറിന്റെ ചാൻസലർ ഏതിലായിരിക്കും? ബോർഡ് ഓഫ് കൺട്രോളിലെ രണ്ടാമത്തെ മെമ്പർ. ഓക്കെ, ഇനി എത്ര പേരുണ്ട്? 4 മെമ്പേഴ്സ് ഉണ്ട്. ഈ 4 മെമ്പേഴ്സിനെ ആര് അപ്പോയിന്റ് ചെയ്യും? ക്രൗൺ അപ്പോയിന്റ് ചെയ്യും. ക്രൗൺ എന്ന് വെച്ചാൽ ആര് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത്? രാജാവാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ബ്രിട്ടനിൽ ജനാധിപത്യമാണോ? അതെ. അപ്പൊ രാജാവ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യോ അതോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ചോദിക്കുവോ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ചോദിക്കും. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജാവ് എന്ത് ചെയ്യും? 4 പേരെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് ഓഫ് കൺട്രോളിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അതിന്റെ ചെയർമാന്റെ പേരെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എവിടെയാ ഇരിക്കുക? ബ്രിട്ടനിലാണ് ഇരിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യ ഭരിക്കുന്ന ആളുടെ പേരെന്താ? ഗവർണർ ജനറൽ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ചെയർമാൻ ആയിട്ടും ചാൻസലർ ഓഫ് എക്സ്ചക്കർ. ചാൻസലർ ഓഫ് എക്സ്ചക്കർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഖജനാവിന്റെ എന്താണ്? മുതലാളിയാണ്. ഓക്കെ അല്ലേ? ഈ ഖജനാവിന്റെ കൺട്രോളിലായിട്ടുള്ള ചാൻസലർ ഓഫ് എക്സ്ചക്കറും 4 വേറെ മെമ്പേഴ്സും കൂടി എന്ത് ചെയ്യും? ക്രൗൺ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള 4 മെമ്പേഴ്സും കൂടി എന്ത് ചെയ്യും? ആക്ച്വലി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കണം. സർ എന്തൊക്കെയാ പൊളിറ്റിക്കൽ കാര്യങ്ങൾ? ഒന്ന് സിവിൽ കാര്യം. ഓക്കെ അല്ലെ? എന്തെങ്കിലും പൈസ കാണാതായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെ. മിലിറ്ററി കാര്യം, ആരുമായി യുദ്ധം നടത്തണം, ആരുമായി തീരുമാനമെടുക്കണം. റവന്യൂ കാര്യം, പൈസ എവിടെ പോയി, പൈസ ഇല്ല. ഓക്കെ അല്ലെ? അങ്ങനെയുള്ള കാര്യം. ഇതെല്ലാം ആര് നോക്കും? ബോർഡ് ഓഫ് കൺട്രോൾ നോക്കും. അപ്പൊ കമ്മിയുടെ പണി എന്താ? പോയിട്ട് എന്ത് ചെയ്യുക? കുരുമുളക് വിൽക്കുക. കുരുമുളക് വിറ്റതിന്റെ പൈസ എന്ത് ചെയ്യും? കമ്പനിക്ക് കിട്ടും. അത് എവിടെ എടുത്തു വെക്കണം? എക്സ്ചക്കറിൽ. അതിന്റെ ഹെഡ് ആരാ? ചാൻസലർ. അത് ആരുടെ കൺട്രോളിലാ? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൺട്രോളിൽ. ഓക്കെ അല്ലെ? വല്ല യുദ്ധം ചെയ്യണമെങ്കിൽ കമ്പനിക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ആരാ ചെയ്യുക? മിലിറ്ററി, റവന്യൂ മാറ്റേഴ്സും സിവിൽ മാറ്റേഴ്സും ആരാ ചെയ്യാൻ പോകുന്നത്? ബോർഡ് ഓഫ് കൺട്രോൾ. അപ്പൊ മനസ്സിലായോ? ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങനെയാ കമ്പനിയെ കൺട്രോൾ ചെയ്യുക? ഒരു ബോർഡ് ഓഫ് കൺട്രോളിലൂടെയാണ് കൺട്രോൾ ചെയ്യുക. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഡൺ ആണോ? ഇത്രയും കാര്യം ഡൺ ആണ്. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ഡ്യുവൽ കൺട്രോൾ. ഓക്കെ, ഡ്യുവൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താ? ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം. ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പഠിച്ചത്? ആക്ച്വലി 2 പേരുണ്ട്. ഓക്കെ അല്ലെ? ഒരാളാരാ? ബോർഡ് ഓഫ് കൺട്രോൾ. ആ ബോർഡ് ഓഫ് കൺട്രോൾ എന്താ ചെയ്യാമോ? ആക്ച്വലി ഓക്കെ, കമ്പനിയുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക് നടത്തും. ഓക്കെ അല്ലെ? കൊമേഴ്ഷ്യൽ വർക്ക് എന്ത് ചെയ്യും? കമ്പനി സെപ്പറേറ്റ് നടത്തും. അങ്ങനെ ഇവിടെ ഡ്യുവൽ കൺട്രോൾ വന്നാൽ ഇവിടെ ഡ്യുവൽ കൺട്രോൾ വന്നു. ഓക്കെ, ഇന്ത്യയിൽ ഇരുന്ന് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്ന ആ വ്യക്തിയുടെ പേരെന്താ? ഗവർണർ ജനറൽ. ആ ഗവർണർ ജനറലിന് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗവർണർ ജനറൽ ഒരു കൗൺസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൗൺസിലില് നേരത്തെ മുമ്പ് 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരം ആ കൗൺസിലില് 3 മെമ്പർ, ഒരു മെമ്പറിനെ കുറച്ചിട്ട് എത്ര മെമ്പറാക്കി? 3 മെമ്പർ. ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പൊ നേരത്തെ 4 ഉണ്ടായിരുന്നു, എത്ര മെമ്പർ ആക്കി? 3 മെമ്പർ. അതിൽ ഒരു മെമ്പർ ആരായിരിക്കും? കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആർമിയുടെ തലവൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ എത്ര പേരുണ്ട്? 3 പേര്. ഒന്നാമത്തെ ആളാരാ? ഗവർണർ ജനറൽ തന്നെ. എന്താ ഗവർണർ ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്ന ആള്. അപ്പൊ എന്റെ ചോദ്യം, ബ്രിട്ടനിൽ ഇരുന്നിട്ട് ഇന്ത്യയെ ഭരിക്കാൻ പോകുന്ന ആളുടെ പേരെന്താ? കറക്റ്റ്. ഓക്കെ അല്ലെ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇനി അതിൽ എത്ര മെമ്പർ ഉണ്ട്? 3. മുമ്പ് എത്ര മെമ്പർ ഉണ്ടായിരുന്നു? 4. ഓക്കെ അല്ലെ? അതിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പറിന്റെ പേരെന്താ? കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ ഗവർണർ ജനറൽ, കമാൻഡർ ഇൻ ചീഫ്, ഒരു എക്സ്ട്രാ മെമ്പർ. ഈ 3 മെമ്പേഴ്സ് കൂടിയിട്ടുള്ള ഒരു ഗവർണർ ജനറലിന്റെ അതോറിറ്റി കൗൺസിൽ എന്ത് ചെയ്യും? ഉണ്ടാക്കും. ഓക്കെ അല്ലെ? ഇനി അടുത്ത കാര്യമാണ് പ്രോപ്പർട്ടി ഡിസ്ക്ലോഷർ. പ്രോപ്പർട്ടി ഡിസ്ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ അഴിമതിയാണ്. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഴിമതിയാണെന്ന് വിചാരിക്കുക. 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ അഴിമതി മുഖാന്തരം കോടിക്കണക്കിന് രൂപ ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ അല്ലെ? അയാളുടെ വീടും അയാളുടെ ഫോണും അയാളുടെ വണ്ടിയും അയാൾ ഇടുന്ന സാധനങ്ങളും എല്ലാം 20,000 രൂപയുടെ ആയിരിക്കോ അതോ അഴിമതി പൈസ വാങ്ങിയതിന്റെ സെറ്റപ്പ് ആയിരിക്കും? ഓക്കെ അല്ലെ? നിങ്ങൾ തന്നെ പറ. ആ അഴിമതി പൈസ വാങ്ങിയതിന്റെ സെറ്റപ്പ് അവിടെ കാണില്ലേ? വലിയ വീട് കാണില്ലേ? അപ്പോഴല്ലേ ആളുകൾക്ക് ഡൗട്ട് തോന്നുക, ഇവരെങ്ങനെ എത്രയും പൈസ വരുന്നത് എന്ന് ഡൗട്ട് തോന്നില്ലേ? അതെ. ഓക്കെ അല്ലെ? അപ്പൊ പിറ്റ്സ് എന്ത് പറഞ്ഞാൽ സിമ്പിൾ ആണ്.
കമ്പനിയുള്ള എല്ലാവരും എന്ത് ചെയ്യണം? നിന്റെ കയ്യിൽ എത്ര സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ കയ്യിൽ എത്ര പൈസ ഉണ്ട്, എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ടാ, ഓക്കെ അല്ലേ? അത് ബ്രിട്ടനിലാണോ ഇന്ത്യയിലാണോ എനിക്ക് വിഷയമല്ല. എന്ത് ചെയ്യാ? എവിടെയെങ്കിലും സ്ഥലം വാങ്ങി വെച്ചിട്ടുണ്ടാ, ഭാര്യയുടെ പേരൊന്ന് സ്വത്തുണ്ട്, ഏത് ഫോണാണ്, ഐഫോൺ 16 ആണോ 17 ആണോ, എല്ലാം എന്ത് ചെയ്യാ പറയാ പ്രോപ്പർട്ടി ഡിസ്ക്ലോഷർ. ഓക്കെ അല്ലേ? അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടിലെ പ്രധാനപ്പെട്ട ക്ലോഷന്റെ പേരാണ് പ്രോപ്പർട്ടി ഡിസ്ക്ലോഷർ. എന്ന് വെച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം കമ്പനിയിലുള്ള ഓഫീസേഴ്സ് എല്ലാവരും അവരുടെ സിവിൽ മിലിറ്ററി ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. എവിടത്തെ? ഇന്ത്യയിലായാലും ബ്രിട്ടനിലായാലും. അപ്പൊ ബ്രിട്ടനിൽ വീട് വാങ്ങിയാലും പെട്ടു, ഇന്ത്യയിൽ വീട് വാങ്ങിയാലും പെട്ടു. അതിൽ ആരുടെ കയ്യിലാണോ കറപ്ഷൻ എന്ന് കാണുന്നത്, ഞാൻ ആരായിട്ട് മാറും? ഇന്ത്യൻ താത്തയായി. ഇന്ത്യൻ താത്തയാ എന്താണ്? ഇന്ത്യൻ ഒന്ന്, ഇന്ത്യൻ രണ്ട് പൊളിഞ്ഞ്, ഓക്കെ അല്ലെ? ഇന്ത്യൻ രണ്ട് വലിയ കാര്യം. ഇന്ത്യൻ ഒന്നിലുള്ള ഇന്ത്യൻ താത്തയായിട്ട് മാറും. ഓക്കെ അല്ലെ? അപ്പൊ 1874 പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താത്തയായിട്ട് മാറും. ഏത് താത്ത? ഇന്ത്യൻ താത്ത. ഓക്കെ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണത്? അഴിമതിക്കാർ ഉടനെ ഞാൻ എന്ത് ചെയ്യും? കത്തി എടുത്ത് കുത്തും, അല്ലെങ്കിൽ കൈവിരലോണ്ട് എന്ത് ചെയ്യും? ഇടിപ്പിക്കും. എന്ത് ചെയ്യില്ല, ഞാൻ ആരെയും വിട്ടുവെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു? പിടിച്ചു. ഓക്കെ. പേടിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ കൊടുത്തേ. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ assertion. The board had broad authority to oversee all civil, military, and revenue matters of East India Company. It accessed all company papers and had to be approved all dispatches. Okay, അല്ലേ? ഇത് ശരിയാണോ? ബ്രോഡിന് എല്ലാ അതോറിറ്റി ഉണ്ടായിരുന്നില്ലേ? സിവിൽ, മിലിറ്ററി, റവന്യൂ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യുവൽ സിസ്റ്റം അല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ. അതിന് കമ്പനിയുടെ എല്ലാ പേപ്പേഴ്സും എല്ലാ ഡിസ്പാച്ചസും അപ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ അല്ലേ? അത് ശരിയാണോ? ശരിയാണ്. അസർഷൻ ശരിയാണ്. റീസൺ: the presidency of Bombay and Madras were to be subordinate to the Governor General. ഓക്കെ അല്ലേ? ഗവർണർ ജനറലിന്റെ കീഴിൽ എന്താവണം? ബോംബെയും മദ്രാസും വരണം. കറക്റ്റ് ആണോ? അതെ. ഓക്കെ അല്ലേ? അസേർഷൻ റീസൺ കറക്റ്റ് ആണ്. അസേർഷൻ റീസൺ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കൂടി പോയില്ലേ? ഇനി നിങ്ങളുടെ കയ്യിൽ വേണം ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. 6 എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. എങ്ങനെ നമ്മൾ നോക്കുക? അസേർഷൻ വായിക്കുക, എന്നിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. ഓക്കെ അല്ലേ? അസേർഷൻ: the board had broad authority to oversee all civil, military, and revenue matters of East India Company. Okay അല്ലേ? Why the presidency of Bombay and Madras were to be subordinate to Governor General? Why എന്ന് പറയുന്ന ഉത്തരം അവിടെ കിട്ടുന്നുണ്ടാ? അങ്ങനെയൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? എ മാറും. ശരിയാണ്. R is not the correct explanation of the name. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സിഗ്നിഫിക്കൻസ്: ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തായി? മാറി. ഓക്കെ അല്ലേ? സിഗ്നിഫിക്കൻറ്റ് നമ്പർ 1 ഒഫീഷ്യലി എന്ത് പറഞ്ഞു? ബ്രിട്ടീഷ് പോർഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ അല്ലേ? എല്ലാം നമ്മൾ പറഞ്ഞ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? സിഗ്നിഫിക്കൻസിൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് നോർമൽ ആയിട്ട് റിവൈസ് ചെയ്ത് പോയാൽ പോരെ. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് വെച്ചാൽ അറിയാൻ വേണ്ടി എഴുതി വെച്ചാണ്. വേറെ ഒന്നുമല്ല. റെക്കഗ്നേഷൻ ഓഫ് ടെറിട്ടറീസ്, ബ്രിട്ടീഷ് പോർഷൻ ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഇൻക്രീസ്ഡ് പാർലമെന്ററി കൺട്രോൾ ഇൻക്രീസ് ചെയ്തില്ലേ? ഓക്കെ അല്ലേ? 1784 പാർലമെന്ററി കൺട്രോൾ ഇൻക്രീസ് ചെയ്തില്ലേ? സെപ്പറേഷൻ ഓഫ് ദ പവർ, എത്ര? ഡബിൾ ഗവർണൻസ് ഇല്ലേ? എന്തൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ഗവർണൻസും എന്താണ് ആക്ച്വലി എന്ത് ഗവർണൻസാ? പൊളിറ്റിക്കൽ ഗവർണൻസും അല്ലെ? ഡയറക്റ്റ് കൺട്രോൾ, ഡയറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ലേ? ഇതൊക്കെയാണ് എന്ത്? സിഗ്നിഫിക്കൻസ്. ഓക്കെ. ഇനി അതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. ഓക്കെ. ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ടതിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പൊളിറ്റിക്കൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ട്. ബോർഡ് ഓഫ് കൺട്രോൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചല്ലേ? ആണ്. അപ്പൊ ഡ്യുവൽ ഗവൺമെന്റ് അല്ലേ? ഡ്യുവൽ അതോറിറ്റി അല്ലേ? അതെ. അങ്ങനെ ഡ്യുവൽ അതോറിറ്റി ആണെങ്കിൽ അവിടെ എന്തൊക്കെ മാറ്റേഴ്സ് ഉണ്ട്? പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ ആയില്ലേ? ആയി. അതിൽ എത്ര പേരുണ്ട്? 6. ആരൊക്കെയാണ്? ഒന്നാരാ? ഗവർണർ ജനറൽ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ആരാ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ചാൻസലർ ഓഫ് എക്സ്ചക്കർ, 4 പ്രിവി കൗൺസിലേഴ്സ്. ആ 4 മെമ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവരുടെ പേരാണ് പ്രിവി കൗൺസിലേഴ്സ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. അങ്ങനെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്യണ്ടേ? ആ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. സാർ എന്ന് വെച്ചാ കമ്പനി സാധനം വിൽക്കണ്ടേ? കമ്പനി സാധനം വിൽക്കാൻ വേണ്ടി സാധനം വിൽക്കാൻ നോക്കുന്ന ആളുകളുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളുടെ പേരാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോളിൽ 6 പേര് കൃത്യമായിട്ട് അറിയാവുന്നല്ലേ? 6 പേര് കൃത്യമായിട്ട് അറിയാവുന്ന. ഓക്കെ അല്ലേ? ഈ ഡുവൽ സിസ്റ്റത്തില് കമ്പനിയുടെ ആളുകൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിലും ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ആളുകൾ ബോർഡ് ഓഫ് കൺട്രോളിലും ആയിരിക്കും.
അഴിമതി ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ പ്രോപ്പർട്ടി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞായിരുന്നു. സമയപരിധി ഉണ്ടെന്ന് ചോദിച്ചെന്ന് പറയും, നിങ്ങൾ ഉണ്ട് എന്ന് പറയും. എത്ര മാസം? 2 മാസം. ഓക്കെ അല്ലേ? 2 മാസത്തിനുള്ളിൽ എല്ലാ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഗവർണർ ജനറലിന്റെ കൗൺസിലിന്റെ സ്ട്രെങ്ത് കുറച്ചു. എത്രയാക്കി? 4-3 അതിൽ ആരാണ്? ഒരാള് കമാൻഡർ ഇൻ ചീഫ് ആണ്. ഓക്കെ അല്ലേ? മദ്രാസും ബോംബെയും എന്തായി? ബംഗാൾ പ്രസിഡൻസിക്ക് താഴെ പോകും. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ ഗവർണർ ജനറൽ പഠിച്ചത്, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി, ബംഗാൾ പ്രസിഡൻസിക്ക് താഴെ പോകും. ഇതിലൂടെ കൽക്കട്ട എന്തായി? ബ്രിട്ടീഷ് പോർഷൻസ് ഇൻ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട് മാറി. അപ്പൊ എന്റെ ചോദ്യം, ഏത് ആക്ടിലൂടെയാണ് കൽക്കട്ട ഇന്ത്യയുടെ ക്യാപിറ്റൽ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റലായി മാറുന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. ഓക്കെ. ഈ ആക്ട് ഒരു വലിയ സക്സസ് ആണോ ചോദിച്ചാൽ എന്താ പറയും? അത്ര വലിയ സക്സസ് ഒന്നും അല്ല പറയാം. ഓക്കെ അല്ലേ? പക്ഷെ കുറെ എന്ത് ചെയ്യാൻ പറ്റി? കൺട്രോൾ ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്? എന്താണ് ആക്ച്വലി ഏതൊക്കെ പവർ ഗവൺമെന്റിന് കൊടുക്കണം, ഏതൊക്കെ പവർ കമേഴ്ഷ്യൽ കൊടുക്കണം, എന്തായി? ആകെ പ്രശ്നമായി. ഗവർണർ ജനറലിന് 2 പേരെ സർവ് ചെയ്യണം. 2 പേരെ സർവ് എന്ന് പറഞ്ഞാൽ 2 പേരുടെ ഉത്തരവാദിത്വം. ഒന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്, ഒന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് രാജാവ് ചോദിച്ചാലും കാര്യം പറയണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചോദിച്ചാലും കാര്യം പറയണം. അവരോടും എന്ത് ചെയ്യണം? കാര്യം നോക്കണം, ഇവരോടും കാര്യം നോക്കണം. ഓക്കെ അല്ലേ? റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കൊടുക്കാൻ വേണ്ടി ആർക്കും പറ്റിയില്ല? പിറ്റ്സ് ഇന്ത്യ ആക്ടിന് പറ്റിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഗവർണർ ജനറൽ എന്ത് ചെയ്യണം? സ്പോട്ട് ഡിസിഷൻ. സ്പോട്ട് ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്ക് പ്രശ്നം വരെ എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ശരിയാവോ? ഇങ്ങനെയാണെങ്കിൽ ശരിയാവും. ഓക്കെ അല്ലേ? ആംബിഗ്വിറ്റീസ് ഇൻ ദ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പരിപാടി കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ആ കോംപ്ലക്സ് തോന്നിയില്ലേ? ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ട്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതിൽ എക്സ്ചക്കർ ഉണ്ട്, ആകെ 6 പേരുണ്ട്. 4 പേര് ഇവിടെ എങ്ങനെയാ ഭരിക്കുക? കമേഴ്ഷ്യൽ ആക്ടിവിറ്റി. അവിടെ നിന്ന് കിട്ടുന്ന പൈസ എന്ത് ചെയ്യണം? എക്സ്ചക്കറിൽ കൊണ്ട് വെക്കണം. കിട്ടുന്ന പൈസ എവിടെ വെക്കുന്നത്? ഖജനാവിൽ കൊണ്ട്. ആ കൺഫ്യൂഷൻ ആയില്ലേ? അതും കൺഫ്യൂഷൻ ആയി. ഓക്കെ അല്ലേ? എന്നാലും എന്ത് ചെയ്തു? കറപ്ഷൻ വന്നു. എവിടെ പൈസ ഉണ്ട് അവിടെ കറപ്ഷൻ. കറപ്ഷൻ ഉറപ്പായിട്ടും എന്ത് ചെയ്തു? വന്നു. ഓക്കെ അല്ലേ? ഗവർണർ ജനറലിന്റെ പവറിനെ എന്ത് ചെയ്തു? സ്ട്രെങ്തൻ ചെയ്തു. അതെന്താ? മൊത്തം 3 പേരല്ലുള്ളൂ. അതിൽ ഒരാള് ഗവർണർ ജനറലിന്റെ കൂടെയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? ഗവർണർ ജനറൽ കാര്യം പാസ്സാക്കാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? കാരണം 3 പേരല്ലുള്ളൂ. നേരെ 4 പേരുണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരാ? 3 പേരാ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ്. ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻ ഇല്ലാത്തതാണ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? നെഗ്ലക്ട് ഓഫ് ഇന്ത്യൻ ഇൻട്രസ്റ്റ്. ഇപ്പോൾ അവർ ഇന്ത്യക്കാരോട് ചോദിച്ചിട്ടൊന്നല്ല ഈ മാറ്റങ്ങൾ വരുത്തുന്നതും ബംഗാളിൽ എന്താക്കുന്നതും ഇന്ത്യയുടെ കീഴിലാക്കുന്നതും മദ്രാസ് ഇന്ത്യയുടെ കീഴിലാക്കുന്നതും നമ്മൾ ചോദിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? അവർ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാത്ത ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എന്താണ് കേരളം എന്താ അമേരിക്ക എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കോ? ഇല്ലല്ലോ. നമ്മൾ അതിനൊരു പ്രതികരിക്കില്ലേ? അതിന്റെ പേരാണ് സ്വാതന്ത്ര്യ സമരം. ഓക്കെ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ഒന്നും മനസ്സിലായ? ബ്രിട്ടീഷുകാർക്ക് ആക്ട് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കൊന്നും അറിയണില്ല. നമ്മൾ എന്തായി? അവര് വന്നിട്ട് കൽക്കട്ടയാണ് എന്ത് ഇതിന്റെ തലസ്ഥാനം, ബംഗാള് മദ്രാസ് എന്താ ബോംബെന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഭരിക്കാൻ പോണെന്നൊക്കെ ഇന്ത്യക്കാരോട് പറഞ്ഞ ഇന്ത്യക്കാർ സമ്മതിക്കോ? നിങ്ങൾ എന്നെ പറ. അപ്പൊ ഇന്ത്യൻ എന്ത് ചെയ്തു? നെഗ്ലക്ട് ചെയ്തു. ഓക്കെ. അപ്പൊ ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടില് ഈ ഫെയിലിയേഴ്സ്, അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് ചാർട്ടർ ആക്ട് 1793. അപ്പൊ ചാർട്ടർ ആക്ട് 1793 എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ പറഞ്ഞ പോലെ @കിരൺ സ്റ്റഡി സർക്കിൾ 123 ടെലഗ്രാം ചാനലാണ്. അതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് @കിരൺ സ്റ്റഡി സർക്കിൾ അതിലെന്താണ് നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഫൈൻ. അപ്പോ സോ താങ്ക് യു ഫോർ ദ ക്ലാസ്. എന്താ പറയാ ഇത്ര നേരം ശ്രദ്ധിച്ച് കേട്ടതിന്. അതേപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് ആണ് വേണ്ടത് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പൊ ഇതുപോലൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.